ഇപ്പോൾ റോഷി അഗസ്റ്റ്യൻ നമുക്ക് പറയുന്നത്. റോഷി അഗസ്റ്റ്യൻ മിനിസ്റ്റർ, ഇപ്പോൾ വി കെ പ്രശാന്ത് MLA നമ്മളോട് തുറന്നടിച്ചിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിക്ക് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്, ഇത് കോർപ്പറേഷനെ അറിയിച്ചില്ല എന്നൊരു വലിയ വിമർശനം അദ്ദേഹം നമ്മളിലൂടെ ഉന്നയിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി മേയറും അത് ആവർത്തിക്കുന്നുണ്ട്. ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ ശ്രീ റോഷി അഗസ്റ്റ്യൻ? വെരി ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ്. നമുക്ക് പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും വി കെ പ്രശാന്ത് പറഞ്ഞത് അവിടുത്തെ ജനങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളെ ആധാരമാക്കി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നമ്മൾ ഏറ്റെടുത്ത ഒരു ദൗത്യം ഞാൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിശ്ചിത സമയം കൊണ്ട് തീരും എന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യം തീരാതെ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ഇന്നത് പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ വരുംകാല ഭാവിയിലാണെങ്കിൽ പോലും ഒരു കൂടിയാലോചനയുടെ കുറവുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന കാര്യമാണ്. എങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം യോജിച്ചു പോകേണ്ടതാണ്. എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട സർവീസിൽ ഒരു പരസ്പര ആലോചനകൾ ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. പക്ഷെ അത് എക്കാലത്തും ചെയ്യുന്നത് പോലുള്ള ഒരു നടപടി മാത്രമാണ് ഇവിടെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വി കെ പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യം, അതായത് ഇപ്പം നേമത്ത് വെള്ളം മുടങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ 1, 5, 6 വാർഡുകളിലേക്ക് മാത്രമായി അത് ഒതുക്കാമായിരുന്നു. അത് ഈ 44 വാർഡുകളിലേക്കും വ്യാപിപ്പിച്ചതിന് പിന്നിൽ ആ നഗരത്തിലെ കുടിവെള്ള വിതരണത്തെക്കുറിച്ച് അറിയാത്ത ഉദ്യോഗസ്ഥർ അതിൽ ഇടപെട്ടു എന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് പരിശോധിക്കുമോ നിങ്ങൾ? അല്ല, ഏത് കാര്യവും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാവുള്ളൂ. നമുക്ക് തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണുള്ള ആവശ്യം. പക്ഷെ ഞാൻ പറയുന്നത്, ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഞാനവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ അവർ രാപകലില്ലാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ആദ്യം തീരുമാനം എടുത്തതിൽ ഉണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിന് കാരണമായേക്കാമോ. 1, 2, ഇത് തീരും എന്ന് പ്രതീക്ഷിച്ച് തുടങ്ങിയ ജോലി ഇത്തരം വാൽവിന്റെ തകരാറ് വന്നതോടുകൂടി സമയം ദീർഘിച്ചു പോയതാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമായി തീർന്നത്. അത് ഇന്ന് പരിഹരിച്ചു എന്നുള്ളൊരു ആശ്വാസം മാത്രമാണ് ഇപ്പൊ എന്റെ ഹൃദയത്തിലുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പ്രശാന്ത് പറയുമ്പം തീർച്ചയായിട്ടും ഇത് വിലക്കെടുക്കണമല്ലോ, മുകളിലേക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല അവിടുത്തെ മേയറായിരുന്നു, MLA ആണ്. അതിന് എല്ലാത്തിനെയും ഒരു ഗുഡ് സ്പിരിറ്റ് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ തിരുവനന്തപുരത്ത് എത്തിയാൽ ഇവരെ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അവിടെ ഉണ്ടായ വീഴ്ചകളെ സംബന്ധിച്ചും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണത്തെ കുറിച്ചും ഉള്ളൊരു പ്രോട്ടോകോൾ തന്നെ ഇതിന്റെ ഭാഗമായി രൂപപ്പെടുത്തും. തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഇത്തരം കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇത്തരം രൂപപ്പെട്ടാൽ അത് ചെയ്യുന്നതിന് മുമ്പെടുക്കേണ്ട ക്രമീകരണങ്ങളെ കുറിച്ച് ഒരു പൊതുവായ ആലോചന ഏതൊക്കെ തരത്തിൽ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോട്ടോകോൾ കൂടി തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിൽ രൂപപ്പെടുത്തും. അതോടുകൂടി ഭാവിയിൽ ഉണ്ടാകാവുന്ന വിഷയങ്ങളിൽ ഇത്തരം തർക്കങ്ങൾക്കോ തടസ്സങ്ങൾക്കോ രൂപപ്പെടാതെ ഏകീകരണ സ്വഭാവത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു. ഒരു പുതിയ പ്രോട്ടോകോൾ കൊണ്ടുവരുമെന്നതാണ്. താങ്ക് യു മിനിസ്റ്റർ. എന്തായാലും വീഴ്ച പരിശോധിക്കുമെന്ന് പറഞ്ഞതിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു റോഷി അഗസ്റ്റ്യൻ.